എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അത്താഴത്തിന് ഒരു സ്പെഷ്യൽ കറിയാണ് ചപ്പാത്തിക്ക്. അതിന് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, 2 സവാള, വെളുത്തുള്ളി, പിന്നെ പടവലങ്ങ ചെറുതാക്കി അരിഞ്ഞത്. ഇനി ചെറുപയറുണ്ട്. കുറച്ച് ചെറുപയർ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അടച്ച് വെച്ച് വേവി. അപ്പം നമ്മുടെ കറി ഇനി നമുക്ക് കറി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, 4 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതൊത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ലേശം കൂടി വേണം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒഴിച്ചത് കുറവായിരുന്നു. ഇനി അതൊന്ന് മൂത്ത് വരാം. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച്. ഇതൊന്ന് അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ, ക്യാരറ്റ്, പടവലങ്ങ, സവാള അതൊക്കെ അതിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചപ്പാത്തിക്ക് ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി ശരീരത്തിൽ ചെല്ലും. കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും. ഇതിപ്പോൾ ഒരു എന്താ പറയുക, പയറും പടവലങ്ങയും ക്യാരറ്റും സവാളയും കൂടിയിട്ട് ഒരു ഇഷ്ടു കറിയാണ്. ഇഷ്ടു പോലത്തെ ഒരു കറി, മസാലയൊക്കെ ചേർത്തിട്ട്. ഇനി നമുക്കതിൽ ഉപ്പൊക്കെ കറക്റ്റാണെന്നോ. സംഭവം നല്ല കറിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഉരുളൻകിഴങ്ങും സബോള ഇഷ്ടം വയ്ക്കുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ ചെറുപയറും പടവലങ്ങയും തന്നെയൊക്കെ വയ്ക്കും. ക്യാരറ്റും സബോളയൊക്കെ കൂടി വെച്ചത്. അപ്പോൾ ഇത് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. ഇതിനധികം എരിവ് കേട്ടോ. നല്ല എരിവ് ലേശം കുറച്ചു, അല്ലെങ്കിൽ നല്ല എരിവാണ് ഇടാറ്. നല്ലൊരു കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.